നടൻ വിനായകന്റെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ വിമർശനവുമായി അഭിനേതാക്കളുടെ സംഘടനയമ്മ. അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസും അടക്കമുള്ളവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയതിലാണ് വിമർശനം. സംഘടനയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, എന്താണ് തീരുമാനം? ഉന്മേഷ്, ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് നടൻ വിനായകനെതിരെ അമർഷം ഇപ്പോൾ താരസംഘടന രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗായകൻ കെ ജെ യേശുദാസിനെതിരെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു. അത് തെറി രൂപത്തിലായിരുന്നു നടൻ വിനായകൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. അദ്ദേഹം ഗുരുതരമായ പരാമർശങ്ങളാണ് മുതിർന്ന ആളുകൾക്കെതിരെ ഉയർത്തിയത്. അതിലാണ് ഇപ്പോൾ താരസംഘടന അമർഷം രേഖപ്പെടുത്തിയത്. ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു നടന് ചേരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല പല സമയങ്ങളിലും വിനായകന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് സംഘടനയിൽ തന്നെ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നിയന്ത്രിക്കുവാനായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. അതിലാണ് അമർഷം രേഖപ്പെടുത്തിയതായി വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നടി ഉഷ ഹസീന കുക്കു പരമേശ്വരനെതിരെ താരസംഘടനയിൽ പരാതി നൽകിയിരുന്നു. കുക്കു പരമേശ്വരൻ നിലവിൽ ജനറൽ സെക്രട്ടറിയാണ്. ഇത് വിശദമായി തന്നെ ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്തു. 5 അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ 5 അംഗ സമിതി കൃത്യമായി അന്വേഷിച്ച് 60 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനകത്ത് മുതിർന്ന അഭിനേതാക്കളെ അടക്കം ഉണ്ട്. ഈ 5 അംഗ സമിതിക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണം പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും കുക്കു പരമേശ്വരന്റെ മെമ്മറി കാർഡ് വിവാദത്തിൽ 5 അംഗ സമിതി, ഒപ്പം തന്നെ നടൻ വിനായകന്റെ ഈ അപകീർത്തികരമായ പരാമർശത്തിന് അമർഷം രേഖപ്പെടുത്തിയുള്ള പത്രക്കുറിപ്പാണ് ഇപ്പോൾ. ശരി, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.